ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇടാൻ പോകുന്നത് 7th ക്ലാസ്സിലെ മലയാളം മീഡിയം അംശബന്ധം എന്ന പാഠത്തിലെ 90ാമത്തെ പേജും അതേപോലെ തന്നെ 91ാമത്തെ പേജിലെയും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറാണ്. ഇതുപോലെ ഈ കണക്കുകൾ ചെയ്തു നോക്കൂ എന്നൊരു ആൻസറാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ദോശ ഉണ്ടാക്കാൻ 6 കപ്പ് അരിക്ക് 2 കപ്പ് ഉഴുന്ന് എന്നതാണ് കണക്ക്. അപ്പോൾ 9 കപ്പ് അരി എടുത്താൽ എത്ര കപ്പ് ഉഴുന്നെടുക്കണം? എന്ത് ഉത്തരം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ പറയുന്നത് 6 കപ്പ് അരിക്ക് എന്നാണ്. അപ്പോൾ 6 കപ്പ് അരിയാണ് 2 കപ്പ് ഉഴുന്നെടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈസ്റ്റ് ഇടാൻ നമുക്കിവിടെ. അപ്പോൾ 2:2 6:2 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം 9 കപ്പ് അരി എടുക്കുമ്പം എത്ര ഇതാണ് എടുക്കേണ്ടതെന്നാണ്, ഉഴുന്നെടുക്കേണ്ടതാണ് എന്നാണ് അവർ ചോദിക്കുന്നത്. 6നെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താലും 9 കിട്ടില്ല. അപ്പം ഇതിനെ ആദ്യം തന്നെ ഈ റേഷ്യോ എന്നുള്ള അംശബന്ധത്തിനെ ചെറുതാക്കുക. 6ൽ എത്ര പ്രാവശ്യം 2 പോകും എന്ന് നോക്കുക. 6ൽ 3 പ്രാവശ്യം 2 പോകും. 2ൽ എത്ര പ്രാവശ്യം 2 പോകും? 1 പ്രാവശ്യം 2 പോകും. അപ്പം 3നെ 3 കൊണ്ട് ഇൻറ്റു ആക്കിയാൽ 9 കിട്ടും. അപ്പം 3 × 3 = 9 കിട്ടും. അപ്പം ഈ 1നെയും നമുക്ക് ഈ 3നെ കൊണ്ട് തന്നെ ഇൻറ്റു ആക്കാം. അപ്പോൾ 1 × 3 = 3 കിട്ടും. അപ്പം നമ്മുടെ റേഷ്യോ, അതായത് അംശബന്ധം എന്ന് പറയുന്നത് 1:3 ആണ്. ആകെ ഉഴുന്ന് എന്നത് 3 കപ്പാണ്. 3 കപ്പാണ്. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. 6:2 ആണെങ്കിൽ അതിനെ നമുക്ക് ചെറുതാക്കാം. ഏറ്റവും കഴിയാതെ നമുക്ക് ചെറുതാക്കാൻ പറ്റുന്നതാണ് ഇത്. ഇതെന്ന് പറയുമ്പോൾ 6:2 ഏറ്റവും ചെറിയ രൂപത്തിലാക്കിയാൽ 3:1 ആണ്. അപ്പോൾ ഇതിനെ 9 കിട്ടുന്ന രീതിക്ക് ഗുണിക്കുകയാണ് വേണ്ടത്. 3നെ 3 കൊണ്ട് ഗുണിച്ചാലല്ലേ നമുക്ക് 9 കിട്ടുക. അപ്പോൾ 3 × 3 = 9 കിട്ടും അല്ലേ? അപ്പോൾ അതേ കണക്കിൽ തന്നെ 3നെ 7 കൊണ്ടാണോ ഗുണിച്ചാൽ അതിനെ തന്നെ 1നെ കൊണ്ട് അതേ സംഖ്യയിൽ തന്നെ ഗുണിക്കുക. അപ്പോൾ 1 × 3, അപ്പോൾ 3 കിട്ടി. അപ്പോൾ 9:3. അപ്പം ഇതും ഈസ്റ്റു ആക്കി 9:3. അപ്പോൾ ആകെ ഉഴുന്നാണ് നമ്മളോട് ചോദിച്ചത്, എടുക്കേണ്ട ആകെ ഉഴുന്നാണ്. അപ്പോൾ ആകെ ഉഴുന്ന് = 3 കപ്പാണ്. മനസ്സിലായോ?